ഇപ്പോൾ നമ്മോടൊപ്പം TCVയുടെ കലോത്സവ സ്റ്റുഡിയോയിലുള്ളത് ഡോൺ ബോസ്കോ ഇരിഞ്ഞാലക്കുടയിലെ വിദ്യാർത്ഥികളാണ്. ഹൈസ്കൂൾ വിഭാഗം സംഘഗാനത്തിലും ദേശഭക്തി ഗാനത്തിലും ഒരുപോലെ ഒന്നാം സ്ഥാനത്തോടെ ഇവർ സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ പോവാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ, നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. പേര് പറയും. ലിയോണ, ഹന, ദക്ഷിണ, ആൻലിയ, ആവണി, ആവണിമിത്ര, ക്രിസ്റ്റി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എത്ര കാലമായി നിങ്ങൾ പഠിക്കുന്നു? 2-3 വർഷമായി. ആദ്യമായിട്ടാണോ നിങ്ങൾ? സെക്കൻഡ് ടൈം സ്റ്റേറ്റുമാണ്. കഴിഞ്ഞ വർഷം 2ലും ഫസ്റ്റ് തന്നെയായിരുന്നു, ഈ വർഷം 2ലും ഫസ്റ്റ്. സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ആരൊക്കെ ഉള്ളത്? ഞങ്ങൾ 2 പേര്. അപ്പോൾ അവസാനമായിട്ടാണല്ലേ ഈ സ്കൂളിൽ നിന്ന് പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? സന്തോഷമല്ലേ എല്ലാവർക്കും? വളരെയധികം സന്തോഷമുണ്ട്, വിഷമമുണ്ട്. അവസാനത്തെ അതിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പേര് പാട്ട് പാടാം. സംഘഗാനം പാടിയിട്ട് പിന്നെ നമുക്ക് മറ്റൊരിലേക്കാണ്. നവരസമൊഴുകിയ സാന്ദ്ര സംഗീതം ഏകുമീ ഭാവം. നവരസമൊഴുകിയ സാന്ദ്ര സംഗീതം ഏകുമീ ഭാവം. ഹൃദയങ്ങളിൽ തരളാർദ്രമായി ഒഴുകുന്നിതാ താളമനുഭവം മേളമലിയും നവരസമൊഴുകി സാന്ദ്ര സംഗീതം ഏകുമീ ഭാവം. പനിസഗസമാഗസനിനിപ്പമപാമഗമഗമാ ചടുലപാദം അളവിലാടി ഉടലിലാകെ നിറയുമഴകേ നൃത്ത നാട്യഭേദമാടി അങ്കനി നവരസമൊഴുകി സാന്ദ്ര സംഗീതം ഏകുമീ ഭാവം. അടിപൊളിയായിട്ട് പാടി. അപ്പോൾ നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ് ഒരുങ്ങി നിന്നത്? രാവിലെ ഒരു 6:30 ആയപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യം ദൂരമുണ്ട്, അപ്പോൾ 6:30 ആയപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടെ നിന്നാണ് കഴിച്ചത്. പിന്നെ കുറച്ച് നേരം പോസ്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ അത് ഗ്രൂപ്പ് സോങ് തുടങ്ങി, കിട്ടി, ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടി. അത് കഴിഞ്ഞ് ദേശഭക്തി ഫുഡ് ഉച്ചയ്ക്ക് ലഞ്ച് ഇവിടെ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ദേശഭക്തി ഗാനത്തിന് ഇവിടേക്ക് ഇതേ സ്റ്റേജ് തന്നെയല്ലേ, അപ്പോൾ ഇവിടേക്ക് വന്നു. പിന്നെ അതും എന്തോ ഭാഗത്തിന് കിട്ടി, അത്രയേ ഉള്ളൂ. ആരാണ് പഠിപ്പിക്കുന്നത് പാട്ടൊക്കെ? അഭിനന്ദ് വി നായർ എന്ന് പറഞ്ഞ സാറാണ് ഞങ്ങളെ കുറേ നാളുകളായിട്ട് പഠിപ്പിക്കുന്നത്. സ്കൂളിലത്തെ പാട്ട് മാഷാണോ? പാട്ട് മാഷല്ല, ആള് സ്കൂളിലത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആൾക്കും ഇങ്ങനെ ആഗ്രഹമുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ആളുടെയും പാഷൻ. അപ്പോൾ ആൾ കുറേ നാളായിട്ട് കാലങ്ങളായിട്ട് നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിച്ച് ഇങ്ങനെ ജില്ലയ്ക്കും സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് ആളാണ്. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ തവണ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. A ഗ്രേഡ് ഉണ്ടായിരുന്നു, ദേശഭക്തി ഗാനം ഗ്രൂപ്പ് സോങ് A ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് കൊല്ലത്തായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്തവണ അതേ ടീം തന്നെയാണോ വന്നിരിക്കുന്നത്? അല്ല, അതേ ടീം. ആരാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്? നിങ്ങൾ 3 പേര്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല മാസിൻ്റെ കീഴിൽ പഠിക്കാൻ ഒരു നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. പിന്നെ 2ലും ഫസ്റ്റ് കിട്ടിയതിന് ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇനി സംസ്ഥാന തലത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു ഇതൊക്കെ. ആദ്യമായിട്ടാണോ ഇപ്പോൾ ജില്ലയിൽ മത്സരിക്കുന്നത്? അല്ല, മുന്നേ UP-ലായിരിക്കുമ്പോഴും ജില്ലയിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ജില്ല വരെ ഉള്ളതുകൊണ്ട് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. അതുപോലെ തന്നെ ഇപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നാലും ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പാടി കിട്ടി. എന്തോ ജില്ലയിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനം. അപ്പോൾ നമുക്കിനി ദേശഭക്തി ഗാനം ഒന്ന് കേൾക്കാം. നിണമുതീർത്തൊരു ഗാഥ ഭാരതാംബതൻ നെഞ്ചം ഉരുകിയലിയുമൊരോർമ്മ വന്യമാം വൈകൃതം
നിറയൊഴിച്ചൊരു നാൾ കണ്ണുനീരു നെഞ്ചിലേറ്റി വീറുവാണ് മണ്ണിൽ നിന്നു നാം ഭഗത് സിംഗിന്റെ ചന്ദ്രബോസിന്റെ ഉയിരുറയണ തരുണരുധിര തീരം കാക്കും വീരം. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പാടി. ഇനി സംസ്ഥാനത്ത് പോയിട്ട് ഫസ്റ്റ് അടിച്ചിട്ട് വരില്ലേ? ഇല്ലേ? ഉറപ്പില്ലേ? അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. സംസ്ഥാനത്ത് പോയി ഫസ്റ്റ് അടിച്ചിട്ട് തന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് മടങ്ങി വരിക. ഓക്കെ.